അടുത്ത കാലത്തൊന്നും കണ്ടിട്ടില്ലാത്ത തിരിച്ചടികളിലൂടെയാണ് ബ്രസീൽ ഫുട്ബോൾ കടന്നുപോകുന്നത്. ഈ പ്രതിസന്ധിയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴിയായി ബ്രസീൽ ഫുട്ബോൾ കോൺഫെഡറേഷൻ കണ്ടെത്തിയ ഒറ്റമൂലിയാണ് ഇറ്റാലിയൻ കോച്ച് കാർലോ ആഞ്ചലോട്ടി. ചരിത്രത്തിൽ ആദ്യമായാണ് ബ്രസീൽ ഒരു യൂറോപ്യൻ പരിശീലകനെ നിയമിക്കുന്നത്. കഴിഞ്ഞ 3 ലോകകപ്പുകളിലും ബ്രസീൽ ഫുട്ബോൾ ടീം വീണത് യൂറോപ്യൻ ടീമുകൾക്ക് മുന്നിലാണ്. ഇനിയും അത് ആവർത്തിക്കാതിരിക്കാൻ യൂറോപ്യൻ പരിശീലകനെ ഉപയോഗിച്ച് അവർക്കെതിരെ പോരാടാനാണ് ബ്രസീലിന്റെ തയ്യാറെടുപ്പ്. യൂറോപ്പിലെ 5 മേജർ ലീഗുകളിലെ ടീമുകളെ പരിശീലിപ്പിച്ച് കിരീടം നേടിക്കൊടുത്ത കാർലോ ആഞ്ചലോട്ടിയെ നിയമിച്ചതിലൂടെ ബ്രസീൽ ദേശീയ ടീം ലക്ഷ്യമിടുന്നതും ഇതുതന്നെ. 2026 ഫുട്ബോൾ ലോകകപ്പ് കിരീടം ലക്ഷ്യമിട്ടാണ് ഒരു വിദേശ പരിശീലകനെ ബ്രസീൽ നിയമിച്ചിരിക്കുന്നത്. ലോകകപ്പ് അവസാനിക്കുന്നത് വരെ മാത്രമാണ് കരാർ. 65-കാരനായ കാർലോ ആഞ്ചലോട്ടിയുടെ ആദ്യ ദൗത്യം ബ്രസീൽ ഫുട്ബോൾ ടീമിന് ലോകകപ്പ് യോഗ്യത നേടിക്കൊടുക്കുകയാണ്. ദക്ഷിണാമേരിക്കൻ യോഗ്യതാ റൗണ്ടിൽ നിലവിൽ 4-ാം സ്ഥാനത്താണ് ബ്രസീൽ. ആദ്യ 6 സ്ഥാനക്കാർക്ക് യോഗ്യത ലഭിക്കുമെങ്കിലും ഇനിയുള്ള 4 മത്സരങ്ങൾ നിർണായകമാണ്. ഒരു വിള്ളൽ പോലും വീഴ്ത്താത്ത പ്രതിരോധവും എതിർപ്പാളയം തകർക്കുന്ന മുന്നേറ്റവുമാണ് ആഞ്ചലോട്ടിയുടെ ടീമുകളുടെ ടാക്ടിക്സ്. ഇതേ രീതി തന്നെയാണ് 2021 റയലിലേക്കുള്ള 2-ാം വരവിൽ ആഞ്ചലോട്ടി സ്വീകരിച്ചത്. ഇതേ ടാക്ടിക്സ് തന്നെയാകും ബ്രസീലിലും പുറത്തെടുക്കുക. തന്റെ കളിക്കാരെ ട്യൂൺ ചെയ്തെടുത്ത് മികവ് പുറത്തെടുപ്പിക്കുന്നതിലെ കഴിവ് ടാക്ടിക്സിനേക്കാൾ വലുത് മികച്ച കളിക്കാരാണെന്ന നിലപാട്. ബ്രസീൽ ഫുട്ബോൾ ടീം പരിശീലകൻ എന്ന ഹൈ പ്രഷർ ജോലി ശാന്തമായി കൈകാര്യം ചെയ്യുമെന്ന് ഉറപ്പ് തുടങ്ങിയ കാരണങ്ങളാണ് CBF ആഞ്ചലോട്ടിയെ പരിശീലകനായി നിയമിക്കാൻ കാരണം. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ സബ്സ്ക്രൈബ് ചെയ്യുക.